Okay, listen. We are going to study about insects. അല്ലേ? എന്താണ് ഇൻസെക്ട്? ഇൻസെക്ടുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്താണ് ഇൻസെക്ട്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇൻസെക്ടുകൾ എന്നൊക്കെ നോക്കിയിട്ട് വരാൻ പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും അറിയാമോ എന്താണ് ഇൻസെക്ട്? ഇൻസെക്ട്സ്. ഓക്കെ, അവേദ്യ മോള് നോക്കിയിട്ട് വന്നിട്ടുണ്ട് അല്ലെ? എന്താണ് മോളെ അവേദ്യ? What is an insect? Butterfly. Okay. Housefly, cockroach, ladybird. Okay. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ ഇൻസെക്ട് എന്ന് പറയാ അല്ലെ മോളെ അവേദ്യ? അതായത് ആൻഡ്, മോസ്കിറ്റോ, ബട്ടർഫ്ലൈ, ഹൗസ് ഫ്ലൈ, ഇതിനൊക്കെ നമ്മൾ ഇൻസെക്ട് എന്ന് പറയും അല്ലെ? പ്രാണികളാണല്ലേ ഇവരെല്ലാം, ഡിഫറെന്റ് ആയിട്ടുള്ള പ്രാണികളാണ് അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻസെക്ടുകൾ എന്ന് പറയാ അല്ലെ? ചെറിയ ചെറിയ പ്രാണികൾ ഉണ്ട് അല്ലേ? കുറെ നമ്മുടെ ചുറ്റുപാട് എന്തുണ്ട്? നമുക്ക് കുറെ പ്രാണികളൊക്കെ കാണാൻ പറ്റും അല്ലെ? പല തരത്തിലല്ലേ? ഇവയെല്ലാം പ്രാണികളാണ് അല്ലെ? അപ്പൊ ഇതിനൊക്കെ ജനറലൈസ് ചെയ്തിട്ട് എന്ത് പറയും നമ്മള്? ഇൻസെക്ട് എന്ന് പറയും അല്ലെ? ഇൻസെക്ട്, ചെറു പ്രാണികൾ അല്ലേ? അപ്പൊ ഇതിനെയാണ് ഇൻസെക്ടുകൾ എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? കുറെ ഇൻസെക്ടുകളുടെ എന്ത് വന്നിട്ടുണ്ട്? പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ? പിക്ചേഴ്സും അവരുടെ പേരും തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ ചുറ്റുപാട് എന്തുണ്ട്? ഒരുപാട് ഇൻസെക്ടുകൾ ഉണ്ട്. ഇൻസെക്ട്സ്, ചെറിയ ചെറിയ പ്രാണികൾ അല്ലേ? അവരെയാണ് നമ്മൾ എന്ത് പറയാറ്? ഇൻസെക്ട്സ് എന്ന് പറയാറ്. അപ്പോ എന്താണ്? വളരെ ചെറുതാണ് അല്ലേ? അത് വളരെ ചെറിയ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അല്ലെ? നമ്മുടെ ചുറ്റും ഒരുപാട് ജീവികളുണ്ട്. അപ്പൊ അവരെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻസെക്ട്സ് അല്ലെ? ചെറു പ്രാണികളാണ് ഇൻസെക്ടുകൾ. അപ്പൊ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരുപാട് ഇൻസെക്ടുകളുടെ പേരുകളും അവരുടെ പിക്ചേഴ്സും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം അല്ലെ? ഇൻസെക്ട്സ് ആർ സ്മോൾ ആനിമൽസ് അല്ലെ? വളരെ ചെറിയ ആനിമൽസ് ആണ് അല്ലെ? വളരെ ചെറിയ പ്രാണികളെയാണ് നമ്മൾ എന്ത് പറയാറ്? ഇൻസെക്ട്സ്, ഇൻസെക്ടുകൾ അല്ലെ? ചെറു പ്രാണികളില്ലേ? അവയാണ് നമ്മൾ എന്ത് പറയാറ്? ഇൻസെക്ട്സ് എന്ന് പറയാറ്. അപ്പൊ ഇവിടെ കുറെ ഇൻസെക്ടുകളുടെ ഫോട്ടോസും അവരുടെ പേരും തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം അല്ലെ? ഫസ്റ്റ് വൺ എന്താണ്? ആൻഡ് അല്ലെ? ANT, ആൻഡ്. എന്താണ് ആൻഡ് എന്ന് വെച്ചാൽ? എന്താണ് എന്താണ് ആരോമൽ? ആൻഡ് എന്ന് വെച്ചാൽ എന്താണ് ആരോമൽ? ഉറുമ്പ്. ഉറുമ്പ് അല്ലെ? ആൻഡ് എന്ന് വെച്ചാല് ഉറുമ്പാണ്. ഉറുമ്പ്. ഉറുമ്പ് എന്താണ്? വളരെ ചെറുതാണല്ലേ ക്രിസ്റ്റോ? ഉറുമ്പ് വളരെ ചെറുതാണല്ലേ? അപ്പൊ എന്താണ്? ഒരുപാട് തരത്തിലുള്ള ഉറുമ്പുകളുണ്ട്. ഉറുമ്പുകളെ കാണാത്തവരാരെങ്കിലും ഉണ്ടോ? ആൻഡ് നഹ്ല ഫാത്തിമ ഉറുമ്പിനെയും കണ്ടിട്ടില്ല അല്ലെ? കണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഉറുമ്പുകളെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഒരുപാട് ഉറുമ്പുകൾ ഉണ്ട് അല്ലെ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലെ? നമ്മുടെ വീടിന്റെ പരിസരത്തും കൂടെ ഒക്കെ പോകുന്നത് കാണാമല്ലേ? നല്ല ലൈൻ ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഉറുമ്പുകൾ പോകുന്നത് കാണാറുണ്ട് അല്ലെ? അവരെന്തുകൊണ്ടാ അങ്ങനെ പോകുന്നതെന്ന് അറിയോ? ഒരു ഉറുമ്പ് പോയ വഴിയില് അവരെന്ത് ചെയ്യും? അവരുടെ ഒരു നമുക്ക് കാണാൻ പറ്റാത്ത ഒരു പൗഡർ ഉണ്ട് ഉറുമ്പിന്റെ നേരത്തെ അല്ലെ? അപ്പൊ ഒരു ഉറുമ്പ് പോണ വഴിയിൽ എന്ത് ചെയ്യും? അവരുടെ ആ പൗഡർ അവിടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് പോവുക. അപ്പൊ അതിന്റെ മണമൊക്കെ പിടിച്ചിട്ടാണ് അതിന്റെ ബാക്കിലേക്കൂടെ പോകുന്ന ഉറുമ്പുകളും അങ്ങനെ തന്നെ പോകുന്നത്. മനസ്സിലായോ? എല്ലാ ഉറുമ്പുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപോലെ പോകുന്നത് കാണാം അല്ലെ? നേരെ നല്ല എന്താണ്? മാർച്ച് ചെയ്ത് പോകുന്ന പോലെ എല്ലാ ഉറുമ്പുകളും എന്ത് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും? ഒരുപോലെ പോകുന്നത് കാണാം അല്ലെ? അപ്പൊ അങ്ങനെ ഒരുപോലെ പോകുന്ന ഉറുമ്പുകളുടെ ഇടയിൽ നമ്മള് ചെറിയതായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചു കൊടുത്താൽ എന്താ ഉണ്ടാവുകയെന്നറിയോ? പിന്നെ ആ ഉറുമ്പുകൾക്ക് വഴി മനസ്സിലാവില്ല. നമ്മള് അങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഉറുമ്പുകൾ ഇങ്ങനെ നേരെ പോകുമ്പോ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ വിരലിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അവരുടെ ആ ലൈൻ, അവർ പോകുന്നിടത്ത് എന്തുണ്ട്? ലൈൻ ഉണ്ട്. ആ ലൈനിലാണ് മുമ്പേ പോകുന്ന ഉറുമ്പ് എന്ത് ചെയ്യും? മുമ്പേ പോകുന്ന ഉറുമ്പ് അവിടെയാണ് അതിന്റെ പൗഡർ സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് പോവുക.
അപ്പൊ ഒന്ന് രണ്ട് ഉറുമ്പ് പോയി കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ആ ലൈൻ അങ്ങ് മായ്ച്ചു കൊടുത്താലുണ്ടല്ലോ പിന്നെ ആ ഉറുമ്പുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അവർക്ക് അവരുടെ വഴി ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരുപോലെ പോകാൻ വേണ്ടി പറ്റില്ല. അവിടുന്ന് അവർ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ടാണ് പോവുക. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇങ്ങനെ ലൈനായിട്ട് ഉറുമ്പുകൾ പോകുന്ന കാണുമ്പോ ചെറിയതായിട്ട് വിരൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, ആ ഉറുമ്പുകൾ പോകുന്ന വഴിയില് അവരുടെ ആ ലൈൻ അങ്ങ് മായ്ച്ചു കൊടുക്കണം. ആ ലൈൻ അവിടെ ഉള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ആക്ച്വലി അവിടെ എന്തുണ്ട്, ഉറുമ്പുകൾ പോകുന്ന വഴിയിൽ നേരെ ഒരു ലൈൻ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്കത് കാണാൻ പറ്റില്ലെങ്കിലും അവരതിനെ മണം പിടിച്ചിട്ടാണ് പോവുക. ആ അവിടുത്തെ പൗഡറിന്റെ മണം പിടിച്ചിട്ടാണ് എല്ലാ ഉറുമ്പുകളും ഇങ്ങനെ ഒരുപോലെ പോകുന്നത്. അപ്പൊ നമ്മൾ വെറുതെ എന്ത് ചെയ്താൽ മതി, വെറുതെ വിരലുകൊണ്ട് നന്നായിട്ട് അവിടുത്തെ പൗഡർ ഇങ്ങനെ ഒന്ന് മായ്ച്ചു കൊടുക്കണം. ആ പോകുന്ന ലൈൻ ഒന്ന് മെല്ലെ ഇങ്ങനെ തുടച്ചു കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യും, പിന്നെ ആ ബാക്കിൽ വരുന്ന ഉറുമ്പുകൾക്ക് അവരുടെ വഴി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ നിന്ന് സ്പ്രെഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴി അറിയാതെ പോകും. അവര് അപ്പൊ ആ പൗഡറിന്റെ മണം പിടിച്ചിട്ടാണ് ഈ ഉറുമ്പുകൾ ഒരുപോലെ ഇങ്ങനെ പോവുക. അങ്ങനെ പോവാത്ത ഉറുമ്പുകളും ഉണ്ടല്ലേ, വലിയ ഉറുമ്പുകളൊക്കെ ഉണ്ടല്ലേ, കട്ടുറുമ്പൊക്കെ ഉണ്ടല്ലേ, അവരൊക്കെ വലിയ ടീമായിട്ടൊന്നും പോവാറില്ല അല്ലെ, ഒന്നോ രണ്ടോ ഉറുമ്പുകളൊക്കെ പോവാറുണ്ട്. പക്ഷെ ഈ ചെറിയ ഉറുമ്പുകൾ എന്താണ്, മിക്കപ്പോഴും അവരങ്ങനെ ഒരു ലൈനായിട്ട് പോവുകയാണ് ചെയ്യാറില്ലേ. കണ്ടിട്ടില്ലേ ഉറുമ്പുകൾ അങ്ങനെ പോകുന്നത്? ഉണ്ടല്ലേ. ഉറുമ്പുകൾ അങ്ങനെ അവരുടെ ഫുഡൊക്കെ കളക്ട് ചെയ്ത് പോവാറുണ്ട് അല്ലേ. എന്തെങ്കിലും ഫുഡൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് പിടിച്ചിട്ട് ഉറുമ്പുകൾ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റാറുണ്ട് അല്ലെ. അവരുടെ കാലുകൾ കൊണ്ടാണ് അവര് എന്ത് ചെയ്യാ, അവരുടെ ഫുഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അവര് പോവാറുണ്ട് അല്ലേ, പലതരം ഉറുമ്പുകൾ. അപ്പൊ ഉറുമ്പ് എന്താണ്, ആൻഡ് ഈസ് എ ഇൻസെക്ട് ആണ് അല്ലെ, ചെറിയ പ്രാണിയാണല്ലേ ഉറുമ്പ്. ഒരുപാട് തരത്തിലുള്ള ഉറുമ്പുകളുണ്ട്. ഉറുമ്പ് കടിച്ചാൽ എന്താണ്, നല്ല വേദനയുമാണല്ലേ. ചില ഉറുമ്പുകൾ കടിച്ചാൽ എന്താണ്, നല്ല വേദന ഉണ്ടാവും അല്ലേ. നെയ്യുറുമ്പൊക്കെ കടിച്ചാൽ, നെയ്യുറുമ്പൊക്കെ എന്താണ്, വളരെ ചെറിയതാണല്ലേ, അതിനെ കാണാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊക്കെ കടിച്ചാൽ എന്താണ്, ഭയങ്കര വേദനയാണ് അല്ലെ. അപ്പൊ ഇൻസെക്റ്റുകളൊക്കെ എന്താ ചെയ്യാ, ഒന്നുകിൽ ബൈറ്റ് ചെയ്യും അല്ലെ, ഒന്നുകിൽ അവര് കടിക്കും അല്ലെ, അല്ലെങ്കിൽ എന്താ ചെയ്യാ, അവര് നമ്മളെ കുത്തുകയാണ് ചെയ്യാറ് അല്ലെ. എന്താണ്, തേനീച്ചകളൊക്കെ കടിക്കുകയാണോ ചെയ്യാറ്? അല്ലല്ലോ, അവരുടെ ഒരു കൊമ്പ് വെച്ച് നമ്മളെ കുത്തുകയാണ് ചെയ്യാറ് അല്ലെ. അപ്പൊ ഇൻസെക്റ്റുകൾ ഒന്നുകിൽ ബൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഓർഗൻ വെച്ചിട്ട് നമ്മളെ കുത്തും അല്ലെ. അപ്പൊ ആൻഡ് എന്താണ്, ഉറുമ്പ് നമ്മളെ കടിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആൻഡ് ഇസ് ഇൻസെക്ട് ആണല്ലേ, വളരെ ചെറിയൊരു പ്രാണിയാണല്ലേ ഉറുമ്പ്. യെസ് ഓർ നോ? യെസ്. അപ്പൊ ഉറുമ്പ് എന്താണ്, ഒരു ഇൻസെക്ട് ആണ്. അപ്പൊ സെക്കൻഡ് എന്താണ്, മോസ്കിറ്റോ. മോസ്കിറ്റോ എന്താണ്, മോസ്കിറ്റോ എന്ന് വെച്ചാൽ എന്താണ്, എന്താണ് പാർവണ, മോസ്കിറ്റോ എന്ന് വെച്ചാൽ എന്താണ് മോളെ? മോസ്കിറ്റോ കൊതുക് അല്ലേ. കൊതുകിനെയാണ് നമ്മൾ എന്ത് പറയാറ്, മോസ്കിറ്റോ എന്ന് പറയാല്ലേ. അപ്പൊ എന്താണ്, കൊതുക് ഉറുമ്പിനെ പോലെയല്ല അല്ലേ, പക്ഷെ കുറച്ചുകൂടെ എന്താണ്, ഡേഞ്ചറസ് ആണല്ലേ. കൊതുകുകൾ കടിച്ചാൽ എന്ത് വരും, നമുക്ക് എന്തെങ്കിലും പനി, അസുഖങ്ങൾ, വൈറൽ പനികളൊക്കെ വരാറുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കൊതുകുകൾ കടിക്കാതെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെ. അപ്പൊ മോസ്കിറ്റോ എന്താണ്, ആന്റിനെ പോലെയല്ല, ഭയങ്കര ഡേഞ്ചർ ആണല്ലേ. നമുക്ക് എന്ത് അസുഖങ്ങളൊക്കെ പരത്തുന്നത് ആരാണ്, മിക്കവാറും അസുഖങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ആരാണ്, കൊതുകുകളാണല്ലേ. മോസ്കിറ്റോസ് ആണ് കൂടുതലായിട്ട് നമുക്ക് അസുഖങ്ങളൊക്കെ പരത്തുന്ന ആൾക്കാരില്ലേ. കൊതുകുകളുടെ കടി കിട്ടാറുണ്ടോ എല്ലാവർക്കും? ഉണ്ടോ? യെസ് അല്ലേ, എല്ലാവർക്കും കിട്ടാറുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കൊതുകുകൾ നമ്മളെ കടിക്കുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും സേഫ് ആയിരിക്കണം അല്ലേ. കൊതുക് കടിക്കാൻ വേണ്ടി സമ്മതിക്കാൻ പാടില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും കൊതുകുകൾ കടിച്ചാൽ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൊതുകുകൾ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല അല്ലെ. എവിടെയൊക്കെയാണ് കൊതുകുകൾ ഉണ്ടാവുക, എവിടെയൊക്കെയാണ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാറ്, എവിടെയാണ് കൂടുതലായിട്ടും, എങ്ങനെയാണ് കൊതുകുകൾ ഉണ്ടാവുക അറിയാമോ? എങ്ങനെയാണ് മോസ്കിറ്റോസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ. ചില സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് കൊതുകുകൾ ഇങ്ങനെ ടീമായിട്ട് വരാറുണ്ട് അല്ലേ, കുറെ എണ്ണം കൂട്ടത്തോടെ വരാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും അല്ലെ, എവിടുന്നാണ് ഈ കൊതുകുകളൊക്കെ ഇങ്ങനെ വരുന്നത് അല്ലേ. വളരെ പെട്ടെന്ന് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കാണാം കുറെ കൊതുകുകൾ ഇങ്ങനെ പെട്ടെന്ന് വരാറുണ്ട് അല്ലേ. അപ്പൊ ഇവരെവിടുന്നാ വരുന്നത് എന്ന് നമ്മള് ചിന്തിക്കാറുണ്ട് അല്ലേ നസീം? എവിടുന്നാണ് മോനെ ഈ കൊതുകുകളൊക്കെ വരുന്നത് നസീം?
നസീം അൺമ്യൂട്ട് ചെയ്തേ. എവിടെയാണ് കൊതുകുകളൊക്കെ ഉണ്ടാവാറ്? എവിടുന്നാണ് ഇതൊക്കെ ഇങ്ങനെ വരുന്നത്? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് കൊതുകുകൾ വരാറുണ്ട് അല്ലേ? നമ്മള് എന്തെങ്കിലും പാത്രങ്ങളും ചിരട്ടകളൊക്കെ വലിച്ച് ചാടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് വെള്ളം കെട്ടി നിൽക്കും. പിന്നെ അതിൻ്റെ അകത്ത് കൊതുകുകൾ വന്ന് മുട്ടയിട്ടിട്ട് കൊതുകുകൾ പെരുകും അല്ലേ? അങ്ങനെയാണ് ഈ മോസ്കിറ്റോസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ മോസ്കിറ്റോ എന്താണ്? വളരെ ഡേഞ്ചറസ് ആണല്ലേ? നമുക്ക് അവയുടെ കടികൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അസുഖങ്ങൾ വരും അല്ലേ? അപ്പൊ മോസ്കിറ്റോന്റെ കടിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും സേഫ് ആയിട്ട് ഇരിക്കണം അല്ലെ? അപ്പൊ ആൻഡ് എന്താണ്? ഒരു ഇൻസെക്ട് ആണ്. അതുപോലെ തന്നെയാണ് മോസ്കിറ്റോയും അല്ലെ? മോസ്കിറ്റോയും എന്താണ്? ഒരു ഇൻസെക്ട് ആണ് അല്ലെ? ചെറു പ്രാണികളുടെ വർഗത്തിൽ പെടുന്നതാണല്ലേ ആൻഡും മോസ്കിറ്റോയും. നമ്മൾ എന്ത് ചെയ്യണം? കൊതുകുകളുടെ കടിയിൽ നിന്നൊക്കെ നമ്മൾ എപ്പോഴും പ്രൊട്ടക്റ്റ് ആയിട്ട് വേണം നിൽക്കാൻ വേണ്ടി. ഓക്കെ, ദെൻ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈനെ അറിയാമല്ലേ എല്ലാവർക്കും? ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ എന്താണ് മോളെ ലക്ഷ്മി? എന്തിനാണ് നമ്മൾ ബട്ടർഫ്ലൈ എന്ന് പറയാറ്? പൂമ്പാറ്റ അല്ലെ? പൂമ്പാറ്റ, ചിത്രശലഭം എന്നൊക്കെ പറയല്ലേ? ആ ഭവികയുടെ അടുത്ത് എന്തുണ്ട്? ബട്ടർഫ്ലൈന്റെ ഒരു പിക്ചർ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ബട്ടർഫ്ലൈ എന്താണ്? കാണാൻ നല്ല ഭംഗിയാണല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ ബട്ടർഫ്ലൈനെ? ഇഷ്ടാണല്ലേ? ബട്ടർഫ്ലൈനെ കാണാൻ നല്ല ഭംഗിയാണല്ലേ? നമ്മുടെ മുറ്റത്തുള്ള ചെടികളിലൊക്കെ പൂവുകളിലൊക്കെ വന്നിരുന്നിട്ട് തേൻ കുടിക്കാറുണ്ടല്ലേ ബട്ടർഫ്ലൈ? ബട്ടർഫ്ലൈനെ കാണാൻ നല്ല ഭംഗിയാണല്ലേ? അപ്പൊ ബട്ടർഫ്ലൈയും എന്താണ്? ആൻഡ് മോസ്കിറ്റോ ഇവരുടെ ഒക്കെ കൂടെ തന്നെയാണല്ലേ? ബട്ടർഫ്ലൈയും എന്താണ്? ഒരു ഇൻസെക്ട് ആണല്ലേ? ബട്ടർഫ്ലൈയും ചെറു പ്രാണികളുടെ വർഗത്തിൽ പെടുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് അതിനെയും ഇൻസെക്ട് എന്ന് പറയുന്നത് അല്ലെ? ഇങ്ങനെയാണ് ബട്ടർഫ്ലൈ ഉണ്ടാവുക. അറിയാമോ ബട്ടർഫ്ലൈ? ആദ്യം വളരെ അയോണ് അറിയാമല്ലേ? അയോൺ അറിയാമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് മോനെ ബട്ടർഫ്ലൈ ഉണ്ടാവുക? ചെറിയൊരു ചെറിയൊരു പ്യൂപ്പയിലാണ് ബട്ടർഫ്ലൈ വരുന്നത് അല്ലേ? ഓക്കെ, ഗുഡ്. അപ്പൊ ചെറിയൊരു പ്യൂപ്പയിൽ നിന്നാണ് ബട്ടർഫ്ലൈ വരുന്നത് എന്നാണ് നമ്മുടെ അയോൺ പറയുന്നത് അല്ലെ? അപ്പൊ ആദ്യം എന്താണ് ഉണ്ടാവുക? ചെറിയ പുഴുവാണ് ഉണ്ടാവുക അല്ലെ? പിന്നെയാണ് അത് വളർന്നിട്ട്, അപ്പൊ ആ സമയത്താണ് അതിനെ പ്യൂപ്പ എന്ന് പറയാ അല്ലെ? അയോൺ പറഞ്ഞ പോലെ ചെറിയൊരു പ്യൂപ്പയിൽ നിന്നാണ് ബട്ടർഫ്ലൈ ആവുന്നത് അല്ലെ? അപ്പൊ ചെറിയൊരു പുഴുവാണ് ആദ്യം ഉണ്ടാവുക. പിന്നെ അത് വളർന്ന് പതുക്കെ അതിന് ചിറകുകളൊക്കെ വെച്ചിട്ടാണ് ബട്ടർഫ്ലൈ ഉണ്ടാവുന്നത്. അപ്പൊ ആ സമയത്ത് ചെറിയതായിരിക്കുന്ന സമയത്താണ് അതിനെ പ്യൂപ്പ എന്ന് പറയാറ്. അപ്പൊ ചെറുതുണ്ടാവുമ്പോ എന്താണ്? ചെറിയ ബട്ടർഫ്ലൈ ഒന്നുള്ള ഉണ്ടാവുക അല്ലെ? ചിറകുകളൊക്കെ ഉള്ള ചെറുതല്ല ഉണ്ടാവുക. അത് ഓരോ ദിവസവും വളർന്നിട്ടാണ് അവസാനമാണ് അതിന് ചിറകുകളൊക്കെ വന്നിട്ട് ബട്ടർഫ്ലൈ ആകുന്നത് അല്ലെ? ആദ്യം അത് എന്താണ്? പ്യൂപ്പയാണ് അല്ലെ? ഇപ്പൊ ബട്ടർഫ്ലൈ എന്താണ്? ഒരുപാട് കളറുകളിൽ ഉണ്ടാകാറുണ്ട് അല്ലെ? ഡിഫറെന്റ് കളറിൽ നല്ല ഭംഗിയിൽ ബട്ടർഫ്ലൈസ് ഉണ്ടാകാറുണ്ട്. ബട്ടർഫ്ലൈയും എന്താണ്? ഒരു ഇൻസെക്ട് ആണ് അല്ലെ? ആൻഡ് മോസ്കിറ്റോ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈനെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലെ? നമുക്ക് പ്രത്യേകിച്ച് ബട്ടർഫ്ലൈനെ കൊണ്ട് എന്താണ്? ശല്യമൊന്നുമില്ല അല്ലെ? പക്ഷെ മോസ്കിറ്റോ അതുപോലെയാണോ? മോസ്കിറ്റോ എന്താണ്? മോസ്കിറ്റോ നമുക്ക് അസുഖങ്ങൾ പരത്താറുണ്ട്. പക്ഷെ ബട്ടർഫ്ലൈ എന്താണ്? ബട്ടർഫ്ലൈനെ കൊണ്ട് നമുക്ക് വലിയ ശല്യങ്ങളൊന്നും ഇല്ല അല്ലെ? പാവാണല്ലേ? വെറുതെ നമ്മുടെ മുറ്റത്തെ ചെടിയിലും പൂവിലും ഒക്കെ പാറിയിട്ട് അങ്ങനെ പോയിക്കോളും അല്ലേ ബട്ടർഫ്ലൈ? ഓക്കെ, പിന്നെന്താണ്? ആൻഡ് മോസ്കിറ്റോ ബട്ടർഫ്ലൈ. ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈ എന്താണ്? കണ്ടിട്ടുണ്ടോ ഹൗസ് ഫ്ലൈ? എന്താണ് ഹൗസ് ഫ്ലൈ എന്ന് വെച്ചാല്? ഈച്ച. ഓക്കെ, ഈച്ചകളാണല്ലേ ഇത്? അപ്പൊ ഈച്ചകളും എന്താണ്? നമ്മള് മോസ്കിറ്റോസിനെ പറഞ്ഞ മാതിരി എന്താണ്? ഭയങ്കര ഡേഞ്ചറസ് ആണ് അല്ലേ? നമുക്ക് എന്താണ്? അസുഖങ്ങൾ പരത്തുന്നതില് മോസ്കിറ്റോ പോലെ തന്നെ എന്തുണ്ട്? ഹൗസ് ഫ്ലൈക്കും ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് അല്ലേ? എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഈച്ചകള്
നമുക്ക് അസുഖങ്ങൾ പരത്തുന്നതിൽ ഒന്നാമത്തെ ആളാണ് മോസ്കിറ്റോനെ പോലെ തന്നെ. അപ്പൊ മോസ്കിറ്റോ ഡേഞ്ചറസ് ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് എന്താണ്? ഹൗസ് ഫ്ലൈയും ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ ആൻഡും ബട്ടർഫ്ലൈയും ഒക്കെ എന്താണ്? കുറുമ്പ് നമ്മളെ കടിക്കാറുണ്ട് അല്ലെ? പക്ഷെ ബട്ടർഫ്ലൈ എന്താണ്? നമുക്ക് പ്രത്യേകിച്ച് ശല്യമൊന്നും ഉണ്ടാക്കാറില്ല. നല്ല ഭംഗിയാണ് അതിനെ കാണാൻ അല്ലെ? പക്ഷെ ഹൗസ് ഫ്ലൈ പിന്നെ എന്താണ്? ഹൗസ് ഫ്ലൈ ഈച്ചകളാണ് അല്ലെ? അവര് നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ പരത്തുന്നതിനുള്ള ആൾക്കാർ കൂടിയാണ് ഹൗസ് ഫ്ലൈ, ഈച്ചകൾ. അവരെന്താ ചെയ്യാന്നറിയാം? അവര് ഏറ്റവും മോശം സ്ഥലത്തൊക്കെയാണ് പോയിരിക്കുക അല്ലെ? ഈച്ചകൾ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഈച്ചകൾ ഉണ്ടാകാറുണ്ടോ? ഇല്ല അല്ലെ? എന്തെങ്കിലും അഴുക്കുകളുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഡേർട്ടി ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ആരുണ്ടാവുക? ഹൗസ് ഫ്ലൈസ് ഉണ്ടാവുക അല്ലെ? വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലാണ് മിക്കപ്പോഴും ഈച്ചകൾ ഉണ്ടാകാറില്ലേ? നമ്മൾ ചിലപ്പോ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് അതിന്റെ വേസ്റ്റ് ഒക്കെ തറയിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് വരും? ഈച്ചകൾ വരാറുണ്ട് അല്ലേ? അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഈച്ചകള് നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ തുറന്നു വെച്ചാൽ അല്ലെ? എപ്പോഴും പറയാറുണ്ട് അല്ലെ? ആഹാര സാധനങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? പക്ഷെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിന്റെ അകത്ത് ഈച്ചകൾ പാറി വന്ന് ഇരിക്കാറുണ്ട് അല്ലെ? അപ്പൊ ഈ ഈച്ചകള് വളരെ ഡേർട്ടി ആയിട്ടുള്ള ഏതെങ്കിലും വൃത്തികെട്ട സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നിട്ടാണ് വരിക. അപ്പൊ നമ്മള് എന്തെങ്കിലും ആഹാര സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ തുറന്നു വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയി എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഈച്ചകൾ എന്ത് ചെയ്യും? നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കും അല്ലെ? ഭക്ഷണത്തിൽ വന്നിരുന്നിട്ട് ഈച്ചകൾ എന്താ ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ഈ ഹൗസ് ഫ്ലൈസ് നമ്മൾ ദേവപ്രിയ എന്താണ് മോളെ? ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ലിസൺ. അപ്പൊ ഈ ഹൗസ് ഫ്ലൈസ് എന്ത് ചെയ്യും? അൺകവേർഡ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഫുഡിനകത്ത് കയറിയിരിക്കും അല്ലെ? അൺകവേർഡ് എന്ന് വെച്ചാൽ എന്താണ്? തുറന്നു വെച്ചാൽ അല്ലെ? കവർ ചെയ്യാത്ത ഭക്ഷണങ്ങൾ നമ്മൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വിളമ്പി വെച്ചിട്ട് അടച്ചു വെക്കാതെ പോവാറുണ്ട് ഇല്ലേ? ചിലപ്പോ മറന്നു പോവാം, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുക്കാമെന്ന് കരുതി തുറന്നു വെക്കാറൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എവിടുന്നെങ്കിലും ഈ ഹൗസ് ഫ്ലൈ പറന്നു വരും അല്ലെ? എന്നിട്ട് അവരെന്ത് ചെയ്യും? നമ്മുടെ ഫുഡിന്റെ അകത്ത് ഇരിക്കും അല്ലെ പാർവണ? നമ്മുടെ ഫുഡിന്റെ അകത്ത് ആര് വന്നിരിക്കും? ഈ ഹൗസ് ഫ്ലൈസ് വന്നിരിക്കും. എന്നിട്ട് അവർ എന്താ ചെയ്യുന്നതെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹൗസ് ഫ്ലൈസ് എന്താ ചെയ്യാറെന്ന്? നമ്മുടെ ഫുഡിൽ വന്നിരുന്നിട്ട് അയോൺ കണ്ടിട്ടുണ്ട്. എന്താണ് മോനെ അയോൺ? വന്നിട്ടിരിക്കുമ്പോ അതിന്റെ ദേഹത്തുള്ള ബാക്ടീരിയ എല്ലാം ഭക്ഷണത്തിൽ വരും. അതിന്റെ ദേഹത്തുള്ള ബാക്ടീരിയ എല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ വരും. എന്താണ് നസീമിന് എന്താ പറയാനുള്ളത്? നസീം, എന്താണ് ഈ ഈച്ചകൾ ചെയ്യാറ് നമ്മുടെ ഫുഡിൽ വന്നിരുന്നിട്ട്? എന്താണ് മോനെ? അൺമ്യൂട്ട് ചെയ്തേ. നസീം, എന്താ ചെയ്യാറ് ഈ ഹൗസ് ഫ്ലൈസ് നമ്മുടെ ഫുഡിൽ വന്നിരുന്നിട്ട്? പറയുമോനെ? മറന്നുപോയാ? അറിയില്ല അല്ലെ? ഓക്കെ. അപ്പൊ എന്താണ്? ഈ ഈച്ചകള് നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കും. എന്നിട്ട് നമ്മുടെ അയോൺ പറഞ്ഞ മാതിരി എന്ത് ചെയ്യും? അതിന്റെ ദേഹത്തുള്ള ബാക്ടീരിയ ഒക്കെ അപ്പൊ നമ്മുടെ ഫുഡിൽ വീഴും. അപ്പൊ ഈ ഹൗസ് ഫ്ലൈസ് നമ്മുടെ ഫുഡിൽ വന്നിരുന്ന ഉടനെ അവരെന്താ ചെയ്യുമെന്ന് അറിയോ? അവരുടെ മുമ്പിലുള്ള രണ്ട് കൈകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരക്കാണ് ചെയ്യാറ്. രണ്ട് കൈകളും അവരിങ്ങനെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ ഒരക്കാണ് ചെയ്യാറ്. രണ്ട് കൈകളും കൂടി നമ്മൾ സൂക്ഷിച്ചു നോക്കിയാല് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഈച്ചകൾ വന്നിരിക്കുമ്പോ നമ്മള് അതെന്താ ചെയ്യുന്നത്? നമ്മുടെ ഫുഡിൽ വന്നിരിക്കുമ്പോ അതെന്താ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കാറുണ്ടോ? നമ്മൾ ഉടനെ തന്നെ അതിനെ ഓടിച്ചു വിടുകയാണ് ചെയ്യാറല്ലേ? അല്ലാതെ നമ്മുടെ ചോറിലും കറിയിലും ഈച്ച വന്നിരുന്നിട്ട് അവരെന്താ അവിടെ ചെയ്യുന്നതെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ? നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ ഓടിച്ചു വിടുകയാണ് ചെയ്യാറ്. നമ്മൾ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാറില്ല അല്ലെ? പക്ഷെ ആക്ച്വലി അവര് നമ്മുടെ ഫുഡിൽ വന്നിരുന്നിട്ട് അവര് രണ്ട് കൈകളും ഇങ്ങനെ ഒരക്കാണ് ചെയ്യാറ്. അപ്പൊ അവര് ഇവിടെ ഒക്കെ പോയിരുന്നിട്ട് വരുന്നതാണല്ലേ? ഒരുപാട് ചീത്തയായ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് ഈച്ചകൾ വരിക. നമ്മളെ പോലെ കൈയും കാലും ഒക്കെ കഴുകിയിട്ടാണോ പിന്നെ വരിക? അല്ലല്ലോ.
അവര് നേരെ വന്നിട്ട് എവിടെ ഇരിക്കും? നമ്മുടെ ഫുഡിൽ ഇരുന്നിട്ട് അവരുടെ കൈകൾ ഇങ്ങനെ വഴിക്കും. അപ്പൊ എന്ത് ചെയ്യും? എന്തെങ്കിലും അഴുക്കുകളിലൊക്കെ പോയി ഇരുന്നിട്ടായിരിക്കും വരിക അല്ലെ? കൈകൾ തമ്മിൽ ഇങ്ങനെ വരയ്ക്കുമ്പോ എന്ത് സംഭവിക്കും? കൈക്കകത്തുള്ള വേസ്റ്റും അഴുക്കും വൃത്തികെട്ട കാര്യങ്ങളൊക്കെ എവിടെയാവും? നമ്മുടെ ചോറിലും കറിയിലും ഒക്കെ സ്പ്രെഡ് ആവും അല്ലെ? നമ്മള് ഈച്ച വന്നിരുന്നത് അറിയാതെ എന്ത് ചെയ്യും? പോയിട്ട് ആ ഫുഡ് കഴിക്കും അല്ലെ? തുറന്നു വെച്ചതാണെന്ന് അതിന്റെ അകത്തൊന്നും വീണിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഫുഡ് അപ്പൊ തന്നെ കഴിക്കും. അപ്പോ അതിന്റെ അകത്തുള്ള ബാക്ടീരിയ ഒക്കെ എവിടെ പോകും? നമ്മുടെ വയറിൽ പോകും അല്ലെ? അങ്ങനെയാണ് സ്റ്റൊമക് പെയിൻ ഒക്കെ വരാറ്, അങ്ങനെയാണ് നമുക്ക് അസുഖങ്ങൾ വരാറല്ലേ? ഓക്കെ, അപ്പൊ ഹൗസ് ഫ്ലൈ എങ്ങനെയാണ് അങ്ങനെ നമുക്ക് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതില് വലിയൊരു റോൾ ആർക്കുണ്ട്? ഹൗസ് ഫ്ലൈക്കും മോസ്കിറ്റോസിനും ഉണ്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ വീടും പരിസരവും എപ്പോഴും നല്ല വൃത്തിയാക്കണം. ഫുഡൊക്കെ എപ്പോഴും കവർ ചെയ്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ അല്ലെ? അൺകവേർഡ് ആയിട്ടുള്ള ഫുഡൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? കഴിക്കാൻ വേണ്ടി പാടില്ല അല്ലെ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ കിച്ചണിലേക്കൊക്കെ പോകുന്ന സമയത്ത് അമ്മമാരൊക്കെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ തുറന്നു വെച്ചിട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെ? നമ്മളിങ്ങനെ ഫുഡ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഈച്ച വന്നിരിക്കും. ഈച്ച വന്നിരുന്നാല് അതിന്റെ കൈകൾ തമ്മിൽ ഇങ്ങനെ കൊടയാണ് ചെയ്യാറ്. അപ്പൊ അതിന്റെ അകത്തുള്ള വേസ്റ്റ് ഒക്കെ നമ്മുടെ ഫുഡിൽ വീണിട്ടുണ്ടാവും. അതുകൊണ്ട് ഫുഡൊന്നും തുറന്നു വെക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, പറഞ്ഞു കൊടുത്തില്ലേ? യെസ്. ഓക്കെ, അമ്മമാരെപ്പോഴും മിക്കപ്പോഴും ശ്രദ്ധിക്കാറില്ല അല്ലെ? ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ എന്താണ്, തിരക്കായി കഴിയുമ്പോൾ ചിലപ്പോ അവര് മറന്നു പോകും അല്ലെ? ഒരുപാട് ജോലികൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മള് മറന്നു പോവാറുണ്ട് അല്ലേ? അപ്പൊ എന്താണ്, അമ്മമാര് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് കാണുകയാണെങ്കിൽ നിങ്ങൾ വേണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലേ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? എപ്പോഴും ആഹാര സാധനങ്ങളൊക്കെ കവർ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ എന്തുണ്ടാവും? ഹൗസ് ഫ്ലൈ വന്നിട്ട് അതിന്റെ അകത്തിരിക്കും, നമുക്ക് അസുഖങ്ങൾ വരും എന്ന് നമ്മള് പറഞ്ഞു കൊടുക്കണം. കേട്ടോ? ദെൻ കോക്രോച്ച്. കോക്രോച്ച് അല്ലെ? നെക്സ്റ്റ് എന്താണ്? കോക്രോച്ച് ആണ്. കോക്രോച്ചിനെ കണ്ടിട്ടുണ്ടോ എല്ലാവരും? കോക്രോച്ച് ആരുടെയൊക്കെ വീട്ടിൽ കോക്രോച്ച് ഉണ്ട്? ആരുടെയൊക്കെ വീട്ടിൽ കോക്രോച്ച് ഉണ്ട്? കുറെ പേരുടെ വീട്ടിലുണ്ട് അല്ലെ? അപ്പൊ കോക്രോച്ചിനെ വളർത്തുന്നതാണോ? വളർത്താറുണ്ടോ വീട്ടില്? ഇല്ല അല്ലെ? വളർത്താൻ പാടില്ല. അപ്പൊ കോക്രോച്ചിനെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യണം അല്ലെ? കോക്രോച്ച് ഒന്നും ഇതേപോലെ ഹൗസ് ഫ്ലൈനെ പറഞ്ഞ മാതിരിയാണ് അല്ലെ? നമ്മള് കിച്ചണിലൊക്കെ ചിലപ്പോ ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മളുടെ ആഹാര സാധനങ്ങളിലൊക്കെ കയറിയിരിക്കാം. അല്ലെങ്കിൽ എന്താണ്, നമ്മള് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് വെജിറ്റബിൾസിന്റെ മുകളിൽ ഇരിക്കാം. എവിടെയാണെങ്കിലും ഈ കോക്രോച്ച് വന്നിരുന്ന് അതെന്താണ്, അവിടെയൊക്കെ അതിന്റെ വേസ്റ്റ് ഒക്കെ നമ്മുടെ ആഹാര സാധനങ്ങളിലൊക്കെ സ്പ്രെഡ് ചെയ്യും. പിന്നെന്താണ്, വളരെ ഡേഞ്ചറസ് ആണല്ലേ? നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും. ഹൗസ് ഫ്ലൈ പറഞ്ഞ മാതിരി കോക്രോച്ചിനെയും നമ്മള് വളർത്താൻ വേണ്ടി പാടില്ല അല്ലെ? അതിനെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഓടിക്കാൻ വേണ്ടി എന്തെങ്കിലും മരുന്നുകളൊക്കെ വാങ്ങി ഉപയോഗിക്കണം അല്ലെ? അപ്പൊ കോക്രോച്ച് എന്താണ്, മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ വീടിന്റെ അകത്തും പുറത്തും ഒക്കെ നമ്മൾ എപ്പോഴും നല്ല വൃത്തിയാക്കണം അല്ലെ? എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചെടുത്തൊക്കെയാണ് കോക്രോച്ച് ഒക്കെ പെറ്റുപെരുകാറ് അല്ലെ? എന്തെങ്കിലും പഴയ സാധനങ്ങളൊക്കെ മിക്കവാറും വീടുകളിൽ എന്തുണ്ട്, ചില ആൾക്കാർ ഈ പഴയ സാധനങ്ങളൊക്കെ കൂട്ടി വെക്കും അല്ലെ? കളയാതെ ഏതെങ്കിലും മൂലക്കൊക്കെ കുറെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പഴയ സാധനങ്ങളൊക്കെ കൂട്ടി വെക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ എടുത്ത് നോക്കുകയില്ല അല്ലെ? അപ്പൊ വേസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായി എന്ത് ചെയ്യണം? അത് കളഞ്ഞേ പറ്റൂ അല്ലെ? ചില ആൾക്കാർ എന്ത് ചെയ്യില്ല, അവർക്ക് കളയാനും തോന്നില്ല, എന്നാൽ ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും വേസ്റ്റ് സാധനങ്ങളൊക്കെ അവിടെ എവിടെയും കൂട്ടി വെക്കും അല്ലെ? പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണല്ലേ? അവരെന്ത് ചെയ്യും? മിക്കവാറും സാധനങ്ങളൊന്നും അവര് കളയാൻ സമ്മതിക്കില്ല അല്ലെ? ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ പറയും അതെന്തെങ്കിലും ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞ് കൂട്ടി വെക്കും അല്ലെ? അപ്പൊ അങ്ങനെ വെക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴെങ്കിലും ഒക്കെ അതെടുത്ത് അടിച്ചു തുടച്ച് നല്ല ക്ലീൻ ആക്കി വെക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ആരുണ്ടാവുക? കോക്രോച്ച്, കുറെ കോക്രോച്ച് വന്ന്
പെറ്റ് പെരുകി ഇൻക്രീസ് ചെയ്ത് നമ്മുടെ വീട് നിറച്ച് കോക്രോച്ച് ആവും അല്ലെ. അതുകൊണ്ടാണ് നമ്മള് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണം, വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോ ആൻഡ്, മോസ്കിറ്റോ, ബട്ടർഫ്ലൈ, ഹൗസ് ഫ്ലൈ ആൻഡ് കോക്രോച്ച് അല്ലെ. ഇത്രയും സാധനങ്ങൾ. ഇനി എന്താണ് ഒന്നുകൂടി ഉണ്ടല്ലേ, ലേഡി ബേർഡ് കൂടി ഉണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കിയുള്ളത് എന്താണ് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ആൻഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആൻഡ് എന്താണ്, വളരെ ചെറിയൊരു ഇൻസെക്ട് ആണ്. പിന്നെ എന്താണ് മോസ്കിറ്റോ. മോസ്കിറ്റോ വളരെ ഡേഞ്ചറസ് ആണ്, നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാക്കും, കൊതുകുകൾ അല്ലെ. പിന്നെ ബട്ടർഫ്ലൈ, ഹൗസ് ഫ്ലൈ. നമ്മുടെ ആഹാര സാധനങ്ങളൊന്നും തുറന്നു വെക്കാൻ പാടില്ല, അവിടെയൊക്കെ ഹൗസ് ഫ്ലൈ. ഹവികയുടെ അടുത്ത് എന്തുണ്ട്, ലേഡി ബേർഡിന്റെ പിക്ചേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ആഹാര സാധനങ്ങൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ആര് വരും, ഹൗസ് ഫ്ലൈ വന്നിരിക്കും. അപ്പൊ അത് ഭയങ്കര ഡേഞ്ചർ ആണ് അല്ലെ. ആ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഇൻഫെക്ഷനും അസുഖങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ. ഇത് കോക്രോച്ച്. കോക്രോച്ചും എന്താണ്, ഹൗസ് ഫ്ലൈനെ പറഞ്ഞ മാതിരി എന്താണ്, ഭയങ്കര ഡേഞ്ചർ ആണ്, നമുക്ക് അസുഖങ്ങളൊക്കെ പരത്തുന്നതാണ്. ഇപ്പൊ കോക്രോച്ചിനെ ഓടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, വീടും പരിസരമൊക്കെ എപ്പോഴും വൃത്തിയാക്കണം. പഴയ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും വൃത്തിയാക്കണം അല്ലെ. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് കോക്രോച്ച് ഉണ്ടാവുക. പരസ്യം കണ്ടിട്ടുണ്ടോ, കോക്രോച്ച് ഒളിച്ചിരിക്കുകയാണെന്ന് പറയാറില്ലേ. നമ്മുടെ അതിന്റെ ഇതിന്റെ അടിയിലും പഴയ സാധനങ്ങളുടെ അകത്തുമൊക്കെയാണ് ആര് ഒളിച്ചിരിക്കാറ്, കോക്രോച്ച് ഒളിച്ചിരിക്കാറല്ലേ. പിന്നെ ലേഡി ബേർഡ്. ലേഡി ബേർഡ് എന്താണ്, ഒരു ടൈപ്പ് വണ്ടാണ് അല്ലെ. വണ്ടിന്റെ ഒരു ടൈപ്പാണ് ലേഡി ബേർഡ്. ലേഡി ബേർഡ് എന്നാണ് അതിന്റെ പേര്. ഒരു തരം വണ്ടാണത്. ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലെ, മരത്തിന്റെ മുകളിലും. ചില മരത്തിന്റെ മുകളിലൊക്കെ ഇത് ഉണ്ടാകാറുണ്ട് ലേഡി ബേർഡ്. നല്ല ചുവന്ന കളറില് അതിന്റെ അകത്ത് എന്താണ്, അതിന്റെ മുകളിൽ എന്താണ്, നല്ല കറുത്ത പുള്ളികളും ഉണ്ട്. നല്ല രസമാണല്ലേ കാണാൻ. ലേഡി ബേർഡിനെ കാണാൻ നല്ല ഭംഗിയുണ്ടോ, ഉണ്ട് അല്ലേ. ഇപ്പൊ മരത്തിന്റെ അടുത്തും ചെടികളിലും ഒക്കെ മിക്കവാറും ലേഡി ബേർഡിനെ കാണാറുണ്ട്. അതെന്താണ്, ഒരു തരം വണ്ടാണ്. ഒരു വണ്ടിന്റെ ഒരു ഡിഫറെന്റ് ടൈപ്പാണ് ലേഡി ബേർഡ്. ഓക്കെ. അപ്പൊ ആൻഡ്, മോസ്കിറ്റോ, ബട്ടർഫ്ലൈ, ഹൗസ് ഫ്ലൈ, കോക്രോച്ച് ആൻഡ് ലേഡി ബേർഡ്. ഇത്രയും എന്ത് ചെയ്യണം, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഇൻസെക്ട്സ് എന്ന് എഴുതുക. ആൻഡ്, മോസ്കിറ്റോ, ബട്ടർഫ്ലൈ, ഹൗസ് ഫ്ലൈ, കോക്രോച്ച്, ലേഡി ബേർഡ്. ഇത്രയും ഇന്ന് എഴുതണം. ഇന്ന് എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. ഇന്ന് ഒന്നെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ കൂടി എന്ത് ചെയ്യണം, എഴുതിയിട്ട് തരണം. ബാക്കിയുള്ള ഇൻസെക്റ്റുകൾ എന്താണ്, അതിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. അപ്പൊ ഇത് എഴുതുമ്പോ എന്ത് ചെയ്യണം, ഇതിന്റെ സ്പെല്ലിംഗ് കൂടി നന്നായിട്ട് പഠിക്കണം. ഇൻസെക്ട്സ് എന്ന് എഴുതുക. കോപ്പിയിൽ എഴുതുന്നവർ എന്ത് ചെയ്യണം, നന്നായി ശ്രദ്ധിച്ച് എല്ലാ ലൈനും കറക്റ്റ് ആക്കി മാത്രം എഴുതുക. അപ്പൊ ആൻഡ്, മോസ്കിറ്റോ, ബട്ടർഫ്ലൈ, ഹൗസ് ഫ്ലൈ, കോക്രോച്ച്, ലേഡി ബേർഡ് ഇത്രയും എന്ത് ചെയ്യണം, നോട്ട്ബുക്കിലേക്ക് എഴുതണം. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ ബാക്കിയുള്ള ഇൻസെക്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി ഈ ഇൻസെക്റ്റുകളെല്ലാം പറയാം. അപ്പം ഈ 6 ഇൻസെക്റ്റുകൾ എന്ത് ചെയ്യണം, പഠിക്കണം, സ്പെല്ലിംഗ് പഠിക്കണം, നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഓക്കെ, നമുക്കന്ന് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ നാസ്രി? ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ബൈ. നമ്മുടെ ടൈം ഇതാ കഴിയാൻ പോവാണേ. ഓക്കെ.